ഹായ് ഫ്രണ്ട്സ്, പ്രകാശവിസ്മയങ്ങൾ എന്ന് പറയുന്ന ഒരു SCRT ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സയൻസിൽ ഒരു SCRT ചാപ്റ്ററാണ് നോക്കുന്നത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രകാശത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ ചിത്രം നോക്ക്, മുഖം നോക്കുന്ന ഒരു കണ്ണാടി ഉപയോഗിച്ച് വീടിനുള്ളിൽ പ്രകാശം എത്തിക്കുന്നത് കണ്ടില്ലേ. കണ്ണാടിക്ക് പകരം മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിക്കാം. അപ്പോൾ ഓരോരോ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം അല്ലെങ്കിൽ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന സംഗതി. അപ്പോൾ കണ്ണാടി, സ്റ്റീൽ പാത്രം, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ ഇതുണ്ടോ ക്രമപ്രതിപതനം എന്ന് പറഞ്ഞാൽ മിനുസമുള്ള പ്രതലമാണ്. അപ്പോൾ റെഗുലറായിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലർ റിഫ്ലക്ഷൻ ആണ് നടക്കുക. പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശത്തെ ക്രമമായി പ്രതിപദിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. ദർപ്പണം. അപ്പോൾ എന്താ ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണാടി ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റീൽ പാത്രമുണ്ട്. കണ്ണാടിയുണ്ട്, സ്റ്റീൽ പാത്രമുണ്ട്, മിനുസമുള്ള ടൈലുണ്ട് തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ പ്രകാശം ഇങ്ങനെ പതിക്കുമ്പോൾ അത് ക്രമമായി പ്രതിപദിക്കുന്നു. ഇതാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി വിസരിത പ്രതിപതനം എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. എന്താ പറയുന്നത്? മിനുസമല്ലാത്ത പ്രതലത്തിൽ എന്താ സംഭവിക്കുക? മിനുസമല്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിപദിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഉണ്ടോ? ക്രമമല്ലാത്ത ഒരു പ്രതലമാണ്. ഇതിൽ ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ എന്താണ്? ഡിഫ്യൂസ് റിഫ്ലക്ഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ വിസരിത പ്രതിപതനം ഉണ്ടാവുക. ഓർത്തിരിക്കുക. ഇനി പ്രകാശവും കാഴ്ചയും. നാം വസ്തുക്കളെ കാണുന്നു എങ്ങനെയാണ്? ഇരുട്ടുള്ള മുറിയിൽ വസ്തുക്കളെ കാണാൻ കഴിയുമോ? ചിത്രീകരണം ശ്രദ്ധിക്കൂ. ഇതിൽ പ്രകാശപാത അമ്പടയാളമിട്ട് സൂചിപ്പിക്കുന്നത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്. പ്രകാശ സ്രോതസ് എന്ന് പറയുന്ന സംഗതി ഇവിടെയാണ്. പ്രകാശ സ്രോതസ് എന്ന് പറയുന്ന സംഗതി ഇവിടെയാണ്. ഇവിടെ എന്താ സംഭവിക്കുക? പ്രകാശ സ്രോതസ് ഉണ്ട്, അതുപോലെ തന്നെ വസ്തു ഇവിടെയാണ്. കണ്ണ് എന്നൊരു സംഗതി. വസ്തു തട്ടുന്ന പ്രകാശം പ്രതിപദിക്കുന്ന കണ്ണിൽ പതിക്കുമ്പോഴാണ് ആ നാം അവസരം കാണുന്നത്. വസ്തുവിൽ തട്ടുന്ന പ്രകാശം. അപ്പോൾ വസ്തുവിൽ തട്ടുന്ന പ്രകാശം എന്താണ്? പ്രതിപതിച്ച് കണ്ണിൽ പതിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ ഈ ഒരു ആംഗിളിൽ വന്നു. അപ്പോൾ വസ്തുവിൽ ആ പ്രകാശം തട്ടുന്നു, എന്നിട്ട് അത് കണ്ണിലേക്ക് വരുന്നു. കണ്ണിൽ പതിക്കുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. ഓർത്തിരിക്കുക. ഇനി എന്താ ഈ സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ? മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടിയുടെ ഉപരിതലം എന്താ പറയുക? ഉപരിതലം പരിശോധിക്കൂ. ഉപരിതലത്തിൽ എന്തെല്ലാം പ്രത്യേകതയുണ്ട്? ഉപരിതലം സമതലമായ ഇത്തരം ദർപ്പണങ്ങളെ സമതല ദർപ്പണം എന്ന് പറയുന്നു. പ്ലെയിൻ മിറർ എന്ന് പറയുന്നു. അപ്പോൾ പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ ഉപരിതലം സമതലമായ ഇത്തരം ദർപ്പണങ്ങളെ സമതല ദർപ്പണം എന്ന് പറയുന്ന സംഗതി. അതാണ് സമതല ദർപ്പണം. കണ്ണാടിക്കു പകരം സ്റ്റീൽ പ്ലേറ്റോ അലുമിനിയം പ്ലേറ്റോ മുഖം നോക്കിയാലോ മുഖം എപ്രകാരം കാണും? നമുക്ക് നോക്കാം. ഇവിടെ നോക്കേ. അപ്പോൾ പ്രകാശം പതിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പ്രകാശം പതിക്കുമ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ടാവും. അത് തട്ടി തിരിച്ചു പോകുന്ന ആ റേനെ പറയുന്നത് പ്രതിപതന കിരണം അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ. റിഫ്ലക്റ്റഡ് റേ. ഇപ്പോൾ എന്താ പറഞ്ഞത്? വിവിധ ദിശകളിൽ ദർപ്പണങ്ങളിൽ പ്രകാശം പതിച്ചു. പ്രവർത്തനം ആവർത്തിച്ചു നോക്കൂ. ദർപ്പണത്തിലേക്ക് വരുന്ന പ്രകാശരശ്മികളും ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന പ്രകാശരശ്മികളെയും കാണുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രകാശരശ്മി എന്താണ്? എന്താണ് അതിന് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനക്കിരണം എന്ന് പറഞ്ഞു. ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനക്കിരണം അതിൽ തട്ടി ആ സമതലത്തിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ പ്രതിപതിച്ച് പോകുന്നതിനെ പ്രതിപതനക്കിരണം അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയുന്നു. അപ്പോൾ ഇതിന് പാരലായിട്ട് ഒരു ലംബമുണ്ട്. ഓർത്തിരിക്കുക. തിരിച്ചു പോകുന്നു. ദർപ്പണത്തിൻ്റെ പ്രതലത്തിൽ ലംബമായി പതനബിന്ദു നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു. ഇതിനെ നോർമൽ എന്ന് പറയുന്നു. പതനകിരണത്തിനും ലംബത്തിനും ഇടയിലുള്ളത്. പതനകിരണത്തിനും ലംബത്തിനും ഇടയിൽ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. ഇനി ലംബത്തിനും പ്രതിപതനത്തിൻ്റെ ഇടയിലുള്ള ആ ആംഗിളിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നു. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ദർപ്പണത്തിൻ്റെ പ്രതലത്തിന് ലംബമായി പതിക്കുന്ന ലംബമായി പതനബിന്ദു നിന്ന് ഒരു രേഖ വരച്ചിരിക്കുന്നു. അതിനെ ലംബം അല്ലെങ്കിൽ നോർമൽ. ഇതാണ് നോർമൽ എന്ന് പറയുന്ന സംഗതി. ആ നോർമൽ എന്ന് പറയുന്നു. പതനകിരണത്തിനും ലംബത്തിനും ഇടയിൽ. അപ്പോൾ പതനകിരണത്തിനും ലംബത്തിനും ഇടയിൽ ഉണ്ടാക്കുന്ന ആ ആംഗിളിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതനക്കോൺ എന്നും ലംബത്തിനും പ്രതിപതനും ഇടയിലുള്ള കോണിനെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എന്നും പറയുന്നു. ഓർത്തിരിക്കുക. ഇനി എന്താണ്? ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളിങ്ങനെ ടോർച്ച് അടിച്ചു വിചാരിക്കുക. ലേസർ ടോർച്ചിൻ്റെ പ്രകാശം കണ്ണിൽ പതിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ സുതാര്യമായ പാത്രത്തിൽ ഉള്ളിൽ ഒരു വശത്ത് ചെറിയ ദർപ്പണം ഒട്ടിക്കണം. ഒരു ചാർട്ട് പേപ്പർ പ്രൊട്ടാക്ടറോ ആകൃതിയിൽ വെട്ടിയെടുത്ത് കോണളവുകൾ രേഖപ്പെടുത്തണം. പാത്രം ചാർട്ട് പേപ്പറിന് മുകളിലായി വയ്ക്കണം. പാത്രത്തിൽ ജലമെടുത്ത് അതിലോ. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് പറയണം. അപ്പോൾ എന്താണ് ഇതിൽ ഓരോ കോൺ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ കോണിൽ നമ്മൾ പതിക്കുമ്പോൾ പ്രതിപതന കോൺ എങ്ങനെയായിരിക്കും എന്നുള്ളത് കാണാനുള്ള ഒരു എന്താ പറയുക ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കിയ കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ് മനസ്സിലാക്കിയ കാര്യം? പതനക്കോൺ പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കുമെന്ന് വ്യക്തമായല്ലോ. അപ്പോൾ പതനക്കോണിൻ്റെയും പ്രതിപതന കോണത്തിൻ്റെയും
അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതനകോൺ, പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കുമെന്ന് വ്യക്തമായല്ലോ. ഓക്കെ, ഓർത്തിരിക്കുക. കണ്ണാടി നോക്കുമ്പോൾ ഒരു സമതല ദർപ്പണത്തിൻ്റെ മുന്നിൽ നിന്ന് ഇടതു കൈ ഉയർത്തി നോക്കൂ. നിങ്ങളുടെ പ്രതിബിംബത്തിൻ്റെ ഏത് കൈയാണ് ഉയർത്തിയിരിക്കുന്നത്? കൈ താഴ്ത്തിയ ശേഷം വലതു കൈ ഉയർത്തു. എന്താണ് പ്രതിബിംബത്തിന് സംഭവിക്കുന്നത്? നമ്മുടെ വലതുഭാഗം പ്രതിബിംബത്തിൻ്റെ ഇടതുഭാഗമായും നമ്മുടെ ഇടതുഭാഗം പ്രതിബിംബത്തിൻ്റെ വലതുമായും തോന്നുന്നു. ഇപ്രകാരം പ്രതിബിംബങ്ങൾ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെ ലാറ്ററൽ ഇൻവേർഷൻ അല്ലെങ്കിൽ പാർശ്വിക വിപര്യം എന്നറിയപ്പെടുന്നു. പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ, പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ പ്രതിബിംബങ്ങൾ പാർശ്വഭാഗം വിപരീത ദിശയിലും കാണപ്പെടുന്നതിനെ പാർശ്വിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ എന്നറിയപ്പെടുന്നു. ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആംബുലൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓക്കെ എന്താണ് ആംബുലൻസ് എന്ന പേര് നമ്മളെങ്ങനെ എഴുതാറ്? ചിത്രം ഒരു ദർപ്പണത്തിന് ഒരു ദർപ്പണത്തിന് അഭിമുഖമായി വെച്ച് ആംബുലൻസ് എന്ന് എഴുതി ഇരിക്കുന്നു. ദർപ്പണത്തിലൂടെ വായിക്കാൻ ശ്രമിച്ചു നോക്കൂ. എങ്ങനെ കാണാം? മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ കണ്ണാടിയിൽ നോക്കിയാൽ ആംബുലൻസ് എന്ന് വായിക്കാൻ പറ്റുമോ? അപ്പോൾ ആംബുലൻസ് തിരിച്ചെഴുതും. കാര്യം സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എന്താണ്? അത് പാർശ്വിക വിപര്യം കാണിക്കുന്നു. ഒരു ദർപ്പണം മേശപ്പുറത്ത് ലംബമായി വയ്ക്കൂ. പേന, വാച്ച് തുടങ്ങിയ വസ്തുക്കൾ ദർപ്പണത്തിന് മുന്നിൽ പിടിക്കുക. പ്രതിബിംബം ശ്രദ്ധിക്കൂ. അപ്പോൾ എന്താ പറയുക? ദർപ്പണവും വസ്തുവും തമ്മിലുള്ള അകലം കൂടുന്നതനുസരിച്ച് പ്രതിബിംബത്തിൻ്റെ അകലവും മാറ്റം സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത എങ്ങനെ ക്രോഡീകരിക്കാം? വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബം. ഇപ്പോൾ ഒരു സമതല ദർപ്പണമാണെങ്കിൽ, പ്ലെയിൻ മിറർ ആണെങ്കിൽ എന്താണ്? വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. വസ്തു അതുപോലെ ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലം തുല്യമായിരിക്കും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. അപ്പോൾ ഈ 3 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. സമതല ദർപ്പണം അല്ലെങ്കിൽ പ്ലെയിൻ മിററെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. വസ്തുവിൻ്റെ വലുപ്പവും പ്രതിബിംബത്തിൻ്റെ വലുപ്പവും ഒന്നായിരിക്കും. വസ്തുവിൻ്റെ വലുപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിൻ്റെ വലുപ്പവും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അതുപോലെ തന്നെ പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഓർത്തിരിക്കുക. ആറന്മുള കണ്ണാടി എന്ന് പറയുന്നത് പ്രത്യേകതരം ലോഹക്കൂട്ട് കൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആറന്മുള കണ്ണാടി. സാധാരണ ദർപ്പണത്തിൽ ഉള്ളതിനേക്കാൾ വ്യക്തമായ പ്രതിബിംബം ഇതിൽ ലഭിക്കുന്നു. അതാണ് ആറന്മുള കണ്ണാടിയുടെ പ്രത്യേകത. സാധാരണ ദർപ്പണത്തിൽ അപ്പോൾ വസ്തുവിൻ്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഓക്കെ, ഇനി സമതല ദർപ്പണം നാം പരിചയപ്പെട്ടു. സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബവും പരന്ന സ്റ്റീൽ തവിയിൽ കാണുന്ന പ്രതിബിംബവും ഒരുപോലെയാണോ? തവിയുടെ ഉൾഭാഗം പുറംഭാഗവും ഉണ്ടാകുന്ന പ്രതിബിംബങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക എന്താണ് ഈ പ്രതിബിംബങ്ങൾ സമതല ദർപ്പണത്തിൽ കാണുന്ന പ്രതിബിംബവും സ്റ്റീൽ തവിയിൽ കാണുന്ന പ്രതിബിംബവും ഒരേപോലെയാണോ? എന്താണ് അതിൻ്റെ വ്യത്യാസം? നമുക്ക് നോക്കാം. അപ്പോൾ നോക്ക്, ഷീറ്റിൻ്റെ ആകൃതി. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെ പറയുന്ന ഗോളീയ ദർപ്പണങ്ങൾക്ക്. അപ്പോൾ സമതല ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. സമതല ദർപ്പണത്തിൻ്റെ ഒരു ഫിഗർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായതായിരിക്കും. ഓക്കെ, ഇനി ഏതൊക്കെയാണ്? കോൺവെക്സ് ദർപ്പണം അല്ലെങ്കിൽ കോൺവെക്സ് മിറർ. പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ്. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ പുറത്തേക്ക് വളഞ്ഞതായിരിക്കും. ഇനി കോൺകേവ് ആണെങ്കിൽ അങ്ങനെ ഉള്ളിലേക്ക് പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതായിരിക്കും കോൺകേവ് ദർപ്പണമാണെങ്കിൽ. അപ്പോൾ വാഹനങ്ങൾ ദർപ്പണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അവയുടെ ഉപരിതലം എങ്ങനെയാണ്? നിങ്ങൾ സയൻസ് ലാബിൽ ദർപ്പണങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ. ഓക്കെ, അപ്പോൾ സമതല ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായതാണ്. ഇനി കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതാണ്. ഇനി കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതാണ്. ഓക്കെ, ഓരോ ദർപ്പണത്തിൻ്റെ പ്രതലം എത്രമാത്രം വിസ്തൃതപ്പെട്ടിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഗോളത്തിൻ്റെ ഭാഗമായി വരുന്നതിനാൽ ഇത്തരം ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിനെ ഗോളീയ ദർപ്പണം എന്ന് പറയുന്നത്? ഗോളത്തിൻ്റെ ഒരു ഭാഗമായിട്ട്, കാര്യം ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗോളം കിട്ടും. അപ്പോൾ ഗോളത്തിൻ്റെ ഒരു ഭാഗമായി വരുന്നതിനായി ഇത്തരം ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണം എന്ന് പറയുന്നു. അപ്പോൾ കോൺവെക്സ് ദർപ്പണമുണ്ട്, അതിന് കോൺകേവ് ദർപ്പണമുണ്ട്. കോൺവെക്സ് ദർപ്പണങ്ങളിൽ പ്രതിപദിക്കുന്ന പ്രതലം പുറത്തേക്ക് വളഞ്ഞതായിരിക്കും. അതുപോലെ ഓക്കെ, ഈ കോൺകേവ് ദർപ്പണമെങ്കിൽ പ്രതിപദിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞതായിരിക്കും. ഇനി പ്രതിബിംബ രൂപീകരണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരു കോൺകേവ് ദർപ്പണം അകലെയുള്ള വസ്തുക്കൾക്ക് അഭിമുഖമായി പിടിച്ച ശേഷം അതിൽ തട്ടി പ്രതിപദിച്ച് വരുന്ന പ്രകാശം ചുമരിലോ അടുത്ത് വെള്ള സ്ക്രീനിലോ പിടിച്ച് നോക്കൂ. ദർപ്പണം മുന്നോട്ടോ പിന്നോട്ടോ നീക്കി വ്യക്തമായ പ്രതിബിംബം ഉണ്ടാക്കി നോക്കൂ. എന്താ സംഭവിക്കുന്നത്? സമതല ദർപ്പണം ഉപയോഗിച്ചും ഇതേ പ്രവർത്തനം ചെയ്യൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്നും, അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അതിനെ റിയൽ ഇമേജ് അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറയും. എന്നാൽ ഓക്കെ, അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്നും, അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതിന് യഥാർത്ഥ പ്രതിബിംബം എന്ന് നമുക്ക് പറയാം, റിയൽ ഇമേജ്. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ എന്താണ്? മിഥ്യാ പ്രതിബിംബം അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് എന്ന് പറയുന്നു. അപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. അപ്പോൾ എന്താണ്? കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച്. അപ്പോൾ ഏതാ കോൺകേവ് ദർപ്പണത്തിലെ? കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് കോൺകേവ് ദർപ്പണം. അപ്പോൾ കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം എന്ത് ചെയ്യാൻ പറ്റും? യഥാർത്ഥ പ്രതിബിംബം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് കോൺകേവ്
കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. ഓർത്തിരിക്കുക. അപ്പോൾ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ നമുക്ക് യഥാർത്ഥ പ്രതിബിംബം, യഥാർത്ഥ പ്രതിബിംബം എന്നും റിയൽ ഇമേജ് എന്ന് പറയുന്നു. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന ഇമേജിനെ നമുക്ക് എന്താണ് യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയുന്നു. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ നമുക്ക് മിഥ്യാ പ്രതിബിംബം എന്നും അല്ലെങ്കിൽ വെർച്വൽ ഇമേജ് എന്നും പറയുന്നു. കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് നമുക്ക് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. ഇനി ആർക്കിമിഡീസ് ആരാണ്? ആർക്കിമിഡീസ് എന്ന് പറഞ്ഞാൽ പുരാതന ഗ്രീസിലെ മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ആർക്കിമിഡീസ്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം BC 287 മുതൽ 212 വരെ ആയിരുന്നു. ഗണിതശാസ്ത്രത്തിന് പുറമേ ഊർജ്ജതന്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമൊക്കെ അതുല്യമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. BC 214-212 കാലത്ത് റോമൻ സൈന്യം തൻ്റെ പട്ടണമായ സിറാക്കൂസിനെ ആക്രമിച്ചപ്പോൾ ആർക്കിമിഡീസ് വലിയൊരു കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് സൂര്യരശ്മി കേന്ദ്രീകരിച്ച ശത്രുക്കളെ കപ്പലുകൾ കരിച്ച് കളഞ്ഞു അത്രേ. ആർക്കിമിഡീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ കോൺകേവ് ദർപ്പണം എന്താണ്? കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ റിയൽ ഇമേജ്, സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബം അല്ലെങ്കിൽ റിയൽ ഇമേജ് എന്ന് പറയാം. ഇനി ദർപ്പണങ്ങളുടെ കൗതുകലോകം. അടുത്തത് കാലഡോസ്കോപ്പ്, അതുപോലെ തന്നെ പെരിസ്കോപ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്തായി കാലഡോസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുരാകൃതിയിലുള്ള തുല്യ വലുപ്പമുള്ള 3 സമതല ദർപ്പണങ്ങൾ. ചതുരാകൃതിയിലുള്ള തുല്യ വലുപ്പമുള്ള 3 സമതല ദർപ്പണങ്ങൾ. 1, 2, 3 സമതല ദർപ്പണങ്ങൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ രീതിയിൽ വയ്ക്കുക. അതിനുള്ളിൽ കുറച്ച് ചെറിയ വളപ്പൊട്ടുകളോ കഷ്ണങ്ങൾ ഇട്ട ശേഷം 2 അറ്റവും ഗ്ലാസ് പേപ്പർ ഒട്ടിക്കുക. ഒരു വസ്തു കൂടി ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാലഡോസ്കോപ്പ് മെല്ലെ തിരിക്കൂ. നല്ല രസമുണ്ടായിരിക്കും. ഇനി പെരിസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? പെരിസ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രത്തിൽ കാണുന്ന പോലെ കാർഡ്ബോർഡ് ഈ കാർഡ്ബോർഡ് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ദബടിയും ഒരു പ്ലെയിൻ മിറർ, ഇവിടെ ഒരു പ്ലെയിൻ മിറർ. എന്താണ്? കാർഡ്ബോർഡിന് പകരം PVC പൈപ്പ് ഉപയോഗിച്ചാലും പെരിസ്കോപ്പ് നിർമ്മിക്കാം. എന്തിനത് ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ എന്താ പറയുക, ഇതിലൂടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിലെ ഒരു ഇമേജ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലുള്ള ദർപ്പണങ്ങൾ ഉപയോഗിച്ച് മറ്റേതെങ്കിലും കൗതുക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതാണ് പെരിസ്കോപ്പ് എന്ന് പറയുന്നത്. പെരിസ്കോപ്പ്. ഇനി ദർപ്പണങ്ങൾ ഉപയോഗം പ്രത്യേകത എന്തൊക്കെയാണ്? കോൺവെക്സ് ദർപ്പണം. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണുന്ന ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം, അല്ലെങ്കിൽ റിയർ വ്യൂ ഗ്ലാസ്സിൽ ഉപയോഗിക്കുന്ന എന്താണ്? കോൺവെക്സ് ദർപ്പണമാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി. അപ്പോൾ ചെറിയ പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുക. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബമാണ് ലഭിക്കുക, നമുക്ക് കൂടുതൽ വിസ്തൃതി കാണും. കോൺവെക്സ് ദർപ്പണം എന്ന് സംഗതി. കോൺവെക്സ് ദർപ്പണം എന്ന് പറഞ്ഞ സംഗതി റിയർ വ്യൂ ഗ്ലാസ് വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ ഇരിക്കുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമാണ്. അത് റിയർ വ്യൂ ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കോൺവെക്സ് ദർപ്പണമാണ്. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. കോൺവെക്സിൽ. ഇനി കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ ഷേവിംഗ് മിറർ, ടോർച്ച് ലൈറ്റ് റിഫ്ലക്ടറൊക്കെ കോൺകേവ് ദർപ്പണമാണ്. വലിയ പ്രതിബിംബം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. പ്രകാശത്തെ സമാന്തരമായി പ്രതിപതിപ്പിക്കാനുള്ള കഴിവ്. നമുക്ക് റിഫ്ലക്ടർ, ടോർച്ച് ലൈറ്റ് റിഫ്ലക്ടർ, അതുപോലെ തന്നെ ഷേവിംഗ് മിറർ, ഇതിലൊക്കെ കാണുന്ന ഇതാണ് കോൺകേവ് ദർപ്പണമാണ്. ഇനി സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന സമതല ദർപ്പണമാണ്. കാലഡോസ്കോപ്പ്, അതുപോലെ തന്നെ പെരിസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് ഈ ഒരു കാലഡോസ്കോപ്പ് നിർമ്മിക്കാൻ മുഖം നോക്കാൻ സമതല ദർപ്പണം. വസ്തുവിന് സമാനമായ പ്രതിബിംബമാണ് ആവർത്തന പ്രതിപതനം. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ലാറ്ററൽ ഇൻവേർഷൻ, ഒരു പാർശ്വിക വിപരീതം സംഭവിക്കുന്നു. അപ്പോൾ കോൺവെക്സ് ദർപ്പണം എവിടെ ഉപയോഗിക്കുക? വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാനുള്ള ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം. എന്താണ്? പ്രതിബിംബം വളരെ ചെറുതായിരിക്കും, പക്ഷേ ഫീൽഡ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അത് വളരെ വിസ്തൃതമായിട്ടുള്ള ഏരിയ നമുക്ക് കാണാൻ സാധിക്കും. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭിക്കുന്നു, കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ ഷേവിംഗ് മിറർ, ടോർച്ച് റിഫ്ലക്ടറൊക്കെ കോൺകേവ് ദർപ്പണമാണ്. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, പ്രകാശത്തെ സമാന്തരമായി പതിപ്പിക്കാനുള്ള കഴിവ്. സമതല ദർപ്പണം എന്ന് പറഞ്ഞാൽ മുഖം നോക്കാൻ നോക്കുന്നു. കാലഡോസ്കോപ്പ് നിർമ്മിക്കുന്നു. വസ്തുവിന് സമാനമായ പ്രതിബിംബം, ആവർത്തന പ്രതിപതനം. അടുത്ത് എന്താ നമുക്ക് പറയാനുള്ളത്? എന്താണ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഗതി? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഗതി റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശം. ഇവിടെ നോക്ക്, ഇങ്ങനെ ഒരു പെൻസിൽ, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമുണ്ട്, അതിലേക്ക് ഒരു പെൻസിൽ ഇട്ടു, നമുക്ക് ഇങ്ങനെ ഒരു ഡീവിയേഷൻ കാണാം. ഈ ഡീവിയേഷനെ പറയുന്നത് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ സംഗതി. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ആ വ്യതിയാനം അവിടെ കാണിച്ചത്. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും ഇവിടെ വായുവാണ്, വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് എന്ന് പറയുന്ന മാധ്യമത്തിലേക്ക് വേറെ മാധ്യമത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശപാതയിൽ ചെറിയൊരു വ്യതിയാനം സംഭവിക്കുന്നു. ഇതിനെയാണ് ഈ
പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ പ്രതിസന്ധി എന്ന് പറയുന്നു. അപ്പോൾ പ്രകാശം മാധ്യമത്തിൽ നിന്ന് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ എന്താ പറയുന്നത്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നു. റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പറയുന്നു. ഓക്കെ. വായുവിൽ നിന്ന് വെള്ളത്തിലേക്കും വെള്ളത്തിൽ നിന്ന് വായുവിലേക്കും സഞ്ചരിക്കുന്ന പ്രകാശരശ്മി പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനാൽ നാണയത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശരശ്മികൾ നമുക്ക് നമ്മുടെ കണ്ണിലെത്തുന്ന നാണയം വീണ്ടും കാണുന്നു. അപ്പോൾ ഇതാണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓർത്തിരിക്കുക. അപ്പോൾ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തെ ഈ പ്രതിഭാസത്തെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഓർത്തിരിക്കുക. ഇനി ലെൻസുകളുടെ ലോകം എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ് എന്നും അതുപോലെ തന്നെ മധ്യത്തിൽ കനം കുറഞ്ഞ വക്കുകൾ കനം കൂടിയതുമായ ലെൻസിനെ കോൺകേവ് ലെൻസ് എന്നും പറയുന്നു. ഓക്കെ. അപ്പോൾ എന്താണ് ലെൻസുകളുടെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ ഇതാണ് കോൺകേവ് ലെൻസ്, ഇതാണ് കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കൂടിയത് കോൺവെക്സ് ലെൻസ്, മധ്യത്തിൽ കനം കൂടിയ വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെ കോൺവെക്സ് ലെൻസ്, ഇതാണ് കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ. മധ്യത്തിൽ കനം കുറഞ്ഞ് മറ്റേ വക്കുകളിൽ കനം കൂടിയതിനെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നു. ഓക്കെ. ഓർത്തിരിക്കുക. അപ്പോൾ എന്താ പറയുക, വിദൂര ദൃശ്യങ്ങൾ കാണാം. അകലെയുള്ള ഒരു വസ്തുവിന് അഭിമുഖമായി കോൺവെക്സ് ലെൻസ് പിടിച്ചാൽ പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ ശ്രമിക്കൂ. ലെൻസും ചുമരുമായുള്ള അകലം കൂടിയതും കുറച്ചും പരിശോധിക്കുക. അപ്പോൾ കോൺകേവ് മിറർ എങ്ങനത്തെയാണ്? യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുക. ഓക്കെ. നമുക്ക് അതുപോലെ കോൺവെക്സ് ലെൻസ് ആണെങ്കിലോ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അപ്പോൾ കോൺകേവ് മിററിനും കോൺവെക്സ് ലെൻസിനും സമാനമായിട്ടുള്ള കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് ഇതേ പ്രതിബിംബം ചുമരിൽ പതിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? 2 പരീക്ഷണങ്ങൾ കണ്ടെത്തലുകൾ എഴുതുക. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്താണ്? കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും എന്താ പറയുന്നത്? കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് കോൺവെക്സ് ലെൻസ്, എന്താ അവിടെ സംഭവിക്കുന്നത്? ഇതാണ് കോൺകേവ് ലെൻസ്. അപ്പോൾ കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. കോൺകേവ് ലെൻസ് ആണെങ്കിൽ അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. കോൺകേവ് ലെൻസ്. ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പരസ്പരം അടുപ്പിക്കുക ചെയ്യുക, അത് കൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ അടുപ്പിക്കുന്നു. കോൺകേവ് ലെൻസ് അതിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ. ഓർത്തിരിക്കുക. അപ്പോൾ കോൺവെക്സ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുക ചെയ്യുക, എന്നാൽ കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ പരസ്പരം അകറ്റുകയാണ് ചെയ്യുക. ഓക്കെ. ഓർത്തിരിക്കുക. ഇനി ലെൻസുകളുടെ ഉപയോഗം, പലതരം ലെൻസുകൾ നമ്മുടെ കണ്ണിന്, മനുഷ്യ ശരീരത്തിലെ കണ്ണിൽ കാണുന്ന ലെൻസ് കോൺവെക്സ് ലെൻസാണ്. ഓക്കെ. ഇനി മഴവില്ലിൻ്റെ അഴക്. നിങ്ങൾ മഴവില്ല് കണ്ടിട്ടുണ്ടാകും. മഴവിൽ ഏതെല്ലാം വർണ്ണങ്ങളാണുള്ളത്? ഏതൊക്കെ വർണ്ണങ്ങളാണുള്ളത്? മഴവിൽ നമുക്കറിയാം 7 വർണ്ണങ്ങളുണ്ട് മഴവിൽ, അല്ലേ? സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റ്, ഇൻഡിഗോ, ഏതൊക്കെ? വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ഈ വർണ്ണങ്ങൾ. പ്രകാശം ഈ പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേഷൻ എന്ന് പറയുന്നത്. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിച്ചുകൊണ്ടാണ് പ്രകീർണം ഉണ്ടാകുന്നത്. അപ്പോൾ പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ട്. ആ വൈറ്റ് ലൈറ്റ് നമ്മുടെ പ്രസത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്നു. അതിനെ പറയുന്നത് ഡിസ്പേഷൻ അല്ലെങ്കിൽ പ്രകീർണം എന്ന് പറയുന്നത്. പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേഷൻ. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ പ്രകീർണം സംഭവിക്കുന്നത്. ഓർത്തിരിക്കുക. ഇനി ഈ വർണ്ണപ്പമ്പരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗശൂന്യമായ ഒരു CD എടുത്ത ചിത്രത്തിൽ കാണുന്ന പോലെ 7 തുല്യ ഭാഗങ്ങളായി അടയാളപ്പെടുത്തുക. അതിൽ മഴവിലിൻ്റെ 7 നിറങ്ങൾ ക്രമത്തിൽ പെയിൻറ്റ് ചെയ്യുക. നിറമുള്ള പേപ്പറുകൾ ഒട്ടിച്ചാലും മതി. ഇങ്ങനെ ചെയ്ത് ഇത് കറക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് വൈറ്റ് കളറായിട്ട് നമുക്ക് കാണും. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മെയിനായിട്ട് നമ്മൾ നോക്കിയത് എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം നമ്മൾ നോക്കിയത് എന്താണ്? മനസ്സിലാക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് എന്താണ് റെഗുലർ റിഫ്ലക്ഷൻ. ഓക്കെ. അപ്പോൾ റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. അപ്പോൾ അതാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ കണ്ണാടി, സ്റ്റീൽ, മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പ്രതിപദിക്കുന്നു. അതിനാണ് റെഗുലർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. മിനുസമല്ലാത്ത പ്രതലമാണെങ്കിൽ അതിന് ഇറഗുലർ അല്ലെങ്കിൽ വിസരിത പ്രതിപദനം അല്ലെങ്കിൽ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ. ഇനി എന്താ സംഭവിക്കുക? നമ്മൾ പറയാനുള്ളത് സമതല ദർപ്പണത്തിൽ പ്ലെയിൻ മിററിൽ എന്താ സംഭവിക്കുക? പ്ലെയിൻ മിററിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറയുന്ന സംഗതി എങ്ങനെയാണ്? പ്ലെയിൻ മിററിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത? ഒരു എന്താ പറയുക,
വസ്തുവിൻ്റെ അതേ വലുപ്പമായിരിക്കും, അതേ വലുപ്പം തന്നെയായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിൽ അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. പ്രതിബിംബത്തിൽ പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. ഓക്കെ, അതാണ് ഒരു പ്രത്യേകത. പിന്നെ നമ്മൾ നോക്കിയത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലാക്ഷനും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ സെയിം ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി. പതന കോൺ, പ്രതിപതന കോൺ എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും, അത് വ്യക്തമായി. ഓക്കെ, ഇനി പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്, മിററുകളെ കുറിച്ച് നോക്കി. ഗോളീയ ദർപ്പണങ്ങൾ, ഗോളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഇത്തരം ഗോളത്തിൻ്റെ ഭാഗമായി വരുന്ന ഇത്തരം ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. കോൺവെക്സ് ദർപ്പണമുണ്ട്, അതുപോലെ കോൺകേവ് ദർപ്പണമുണ്ട്. കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺകേവ് ദർപ്പണം റിയൽ ഇമേജ് ഉണ്ടാക്കുക. കോൺകേവ് ദർപ്പണം എന്താണ്? കോൺകേവ് ദർപ്പണം ഉപയോഗിച്ച് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കാം. അപ്പോൾ എന്താ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്നും ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതുമായ പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബമെന്നും പറയുന്നു. ഓർത്തിരിക്കുക. ഇനി കാലഡോസ്കോപ്പ്, അതുപോലെ പെരിസ്കോപ്പ്, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആപ്ലിക്കേഷനാണ്. കോൺവെക്സ് ദർപ്പണം വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നതാണ് കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ദർപ്പണമാണ് വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം, പക്ഷേ അതിൻ്റെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. വസ്തുക്കളുടെ ചെറിയ പ്രതിബിംബം ലഭ്യമാക്കുന്നു, അതുപോലെ തന്നെ കൂടുതൽ വിസ്തൃതി ദൃശ്യമാകുന്നു. അതാണ് കോൺവെക്സ് ദർപ്പണം. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ വരുന്ന വാഹനങ്ങൾ കാണാനുള്ള കോൺവെക്സ് അല്ലെങ്കിൽ റിയർ വ്യൂ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നത് കോൺവെക്സ് ദർപ്പണമാണ്. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഷേവിംഗ് മിറർ, അതുപോലെ ടോർച്ച് റിഫ്ലക്ടറൊക്കെ കോൺകേവ് ദർപ്പണമാണ്. വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ പ്രകാശത്തെ സമാന്തരമായി പ്രതിഫലിക്കാനുള്ള കഴിവ്. സമദർപ്പണം മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന കാലഡോസ്കോപ്പ്, പെരിസ്കോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന സമദർപ്പണമാണ്. വസ്തുവിന് സമാനമായ പ്രതിബിംബവും ആവർത്തന പ്രതിഫലനവും ആണ് അതിൽ കാണുന്നത്. ഇനി റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസത്തെ ആപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഇനി മധ്യത്തിൽ കനം കൂടിയതും ഇതുപോലെ കനം കൂടിയതും അതുപോലെ തന്നെ വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസിനെയാണ് കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കൂടിയതും അതുപോലെ തന്നെ മധ്യത്തിൽ കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസാണ് എന്ത്? കോൺവെക്സ് ലെൻസ്. മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസ് കോൺകേവ് ലെൻസ്. ഓർത്തിരിക്കുക. എന്താ പറയുന്നത്? കോൺവെക്സ് ലെൻസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി പരസ്പരം അടുപ്പിക്കുന്നു. ഇതുപോലെ അടുപ്പിക്കുക ചെയ്യുക, മറ്റേത് അകലുക ചെയ്യുക. ഓർത്തിരിക്കുക. മഴവില്ലിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കി. സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, വിബ്ജിയോർ. പ്രകാശം പ്രസരിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി വിഘടിക്കുന്നു. ഈ പ്രകാശത്തിന് അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് അത് പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പെർഷൻ എന്ന് പറയുന്നത്. ഓർക്കുക. നമ്മൾ നോക്കിയത് ഒരു SCERT ചാപ്റ്ററിലെ കുറച്ച് വസ്തുതകളാണ്. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്